മമ്മൂക്കയുടെ ടർബോ ഓവർസീസിൽ ചരിത്രമാവുകയാണ്. ഈ ഒരു സിനിമ റിലീസിംഗ് ഡേറ്റ് എല്ലാം തീരുമാനിച്ച സമയത്ത് ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് വേൾഡ് വൈഡ് ഒരേ സമയത്ത് 30 രാജ്യങ്ങളിൽ എത്തുമെന്നുള്ളതായിരുന്നു. പിന്നീടത് 40ആയി, പിന്നീടത് 50ആയി, പിന്നീടത് 60ആയി. ഇപ്പോൾ 60ഉം കഴിഞ്ഞ് 70ഓളം തിയേറ്ററിൽ ഈ ഒരു സിനിമ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏകദേശം 62ൻ്റെയും 65ൻ്റെയും ഇടയിലുള്ള രാജ്യത്ത് ഈ ഒരു സിനിമ ഇപ്പോൾ തന്നെ റിലീസിങ് ഉറപ്പിച്ചിരിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് ഓവർസീസിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസാണ് ടർബോക്ക്. അതോടൊപ്പം തന്നെ ചില കൺട്രീസിലും ഏറ്റവും വലിയ റിലീസാണ് ടർബോ എത്തുന്നത്. മലയാളത്തിലെ തന്നെ പല സൂപ്പർ താരങ്ങളുടെയും പുതിയ സിനിമകൾ റിലീസാവുന്ന സമയത്ത് വേൾഡ് വൈഡ് 100 തിയേറ്ററിലും 150 തിയേറ്ററിലും ഒക്കെ ആവുന്നു എന്നുള്ള പോസ്റ്റുകൾ കാണാറുണ്ട്. എന്നാൽ അതിൻ്റെ പ്രൂഫുമായിട്ട് ചോദിച്ചു പോയി കഴിഞ്ഞാൽ യാതൊരു പ്രൂഫും കിട്ടാറില്ല. കടലാസിൽ വെണ്ടക്ക അക്ഷരത്തിൽ 100 രാജ്യത്ത് അല്ലെങ്കിൽ 180 രാജ്യത്ത് അല്ലെങ്കിൽ 200 രാജ്യത്ത് റിലീസാവുന്നു എന്നുള്ള ആ ഒരു അക്ഷര എഴുത്ത് മാത്രം കാണാം. മറ്റൊരു പ്രൂഫും ചോദിക്കരുത്, അതാണ് അവരുടെ നിലപാട്. അത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് ടർബോ ടീം പോയിട്ടില്ല എന്ന് വേണം പറയാൻ. ഏത് രാജ്യത്ത് റിലീസാവുന്നു, എത്ര രാജ്യത്ത് റിലീസാവുന്നു, അതിൻ്റെ കറക്റ്റായ കണക്കും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ടർബോ ഓരോ അപ്ഡേറ്റും പുറത്തുവിടുന്നത്. 62ൻ്റെയും 65ൻ്റെയും ഇടയിലുള്ള രാജ്യത്ത് അനേക ലൊക്കേഷനിൽ ടർബോ സിനിമ വരുന്ന സമയത്ത് ആദ്യ ദിവസങ്ങളിൽ പോസിറ്റീവ് റിപ്പോർട്ടുമായിട്ട് കളനിറയാൻ സിനിമയ്ക്ക് സാധിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 50 കോടിക്കും 100 കോടിയും അടിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ടർബോ എന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. പ്രീസെയിൽ കളക്ഷനിലും വലിയ വേഗതയിൽ മുന്നേറുകയാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ.